ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സുനിതാസ് ടൈം. ഇന്നിവിടെ പെസഹ അപ്പവും പാലുമാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനാവശ്യമായിട്ട് അരമുറി തേങ്ങ ചിരവിയത്, 4 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, 1 ടീസ്പൂണോളം ജീരകം, 1 കപ്പ് അരിപ്പൊടി, 1/2 കപ്പ് ഉഴുന്ന് നല്ലപോലെ വെള്ളത്തിൽ കഴുകിയതിന് ശേഷം 2 മണിക്കൂറോളം കുതിർത്ത് എടുത്തതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇതെല്ലാം കൂടി ഒരു മിക്സിയിൽ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഒരു പ്ലേറ്റിൽ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ അരച്ച മാവ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലൊരു തട്ട് കൂടെ വെച്ചതിന് ശേഷം ഈ പാത്രത്തിൽ ഒഴിച്ചു വെച്ച മാവ് നമുക്ക് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കൊണ്ട് വേവിച്ചെടുക്കാം. അപ്പം റെഡിയായിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമുള്ള നമുക്ക് പാൽ എങ്ങനെ തയ്യാറാക്കാം നോക്കാം. 1 മുറി തേങ്ങ ചിരവിയതിന് ശേഷം 1-ാം പാലും 2-ാം പാലും എടുത്ത് വയ്ക്കുക. അതിനുശേഷം ഒരു പാനിൽ കുറച്ച് ശർക്കര പൗഡർ എടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. വേറൊരു പാത്രത്തിൽ 4 ടീസ്പൂണോളം അരിപ്പൊടി ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. അതിനുശേഷം ശർക്കര പാനി അതൊന്ന് അരിച്ചതിന് ശേഷം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അങ്ങനെ അത് പതുക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ കട്ട പിടിക്കാതെ വേണം ഇതൊന്ന് തയ്യാറാക്കി എടുക്കാൻ. അതിനുശേഷം നല്ലപോലെ കുറുകി വന്നതിന് ശേഷം 2-ാം പാല് ആദ്യം ഒഴിക്കുക. നല്ലപോലെ ഇളക്കി കൊടുക്കണം, കട്ട പിടിക്കാതെ എടുക്കുക, ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം വീണ്ടും 1-ാം പാല് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അതിനുശേഷം ഏലക്കാപ്പൊടിയും കുറച്ച് ചുക്ക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഷുഗറിലാണത് ഏലക്കപ്പൊടിയും ചുക്കുപൊടിയും പൊടിച്ചെടുത്തത്. അതിനുശേഷം നമുക്ക് ഈ അപ്പം ഇതിൽ മുക്കി കഴിക്കാം. എല്ലാ വർഷവും വിചാരിക്കും ഇങ്ങനെ പെസഹ അപ്പം പാലും ഉണ്ടാക്കണം എന്നൊക്കെ, പക്ഷേ ഇതുവരെ കഴിഞ്ഞില്ല. എന്നാൽ ഈ വർഷമാണ് നല്ലപോലെ ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ, അതിലാൾ വേണം പ്രസ് ചെയ്യാൻ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഓക്കെ ബൈ. അടുത്ത റെസിപ്പി കാണുന്നത് വരെ.